പെട്ടെന്ന് തന്നെ വലിയ എമൗണ്ട്സ് ഹ്യൂജ് ട്രാൻസാക്ഷൻ നടത്തുമെന്ന് വെച്ചാൽ അവിടെ അൺയൂഷ്വലായിട്ട് എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഫ്രോഡ് ഡിറ്റക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെയുള്ള അൽഗോരിതംസ് യൂസ് ചെയ്യണമെങ്കിൽ, അനോമലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിലും ചെയ്യുന്നത്. നമ്മളൊരു ഡേറ്റ കൊടുക്കും, ആ ഡേറ്റയിൽ ലേബൽ ഉണ്ടാവില്ല. ഒരു 5000-ന് മേലെ കോളംസ് കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിലോട്ട് അസിറ്റീസ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് റൺ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. സോ അങ്ങനെയുള്ള സിനാരിയോസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയമണ്ട് ചാർട്ട് റിഡക്ഷൻ അൽഗോരിതംസ് യൂസ് ചെയ്ത് അതിനെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതത്തെ കുറിച്ചാണ്. മെഷീൻ ലേണിംഗിൽ തന്നെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അൽഗോരിതം ആണ് ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതംസ്. അൺസൂപ്പർവൈസ്ഡ് എന്ന് വെച്ചാൽ നമ്മളൊരു റോബോട്ടിനെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് നീ സ്വന്തമായിട്ട് പഠിച്ചോ എന്ന് പറയുന്നതാണ് ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഈ സ്വന്തമായിട്ടിരുന്ന് പഠിക്കുക, ഇപ്പോൾ നമ്മളൊരു കുട്ടീനെ, ഒരു ചെറിയ കുട്ടീനെ, ഒരു വയസ്സായ ഒരു കുട്ടീനെ നമ്മളൊരു കുറേ ടോയ്സ് ഇട്ടിട്ട് അവിടെ കൊണ്ടിട്ട് ഇരുത്തി കഴിയുമ്പം ആ കുട്ടിയോട് കളിക്കാൻ വേണ്ടി ഇടുന്ന സമയത്ത് ആ കുട്ടി എങ്ങനെ വേണമെങ്കിലും ആ ടോയ്സിനെ കാണിക്കാം അല്ലേ. മേ ബി കുറേ ബോൾസ് ആണ്, നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സുള്ള കുറേ ബോൾസ് കൊണ്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യാം, അതിൻ്റെ കളേഴ്സിനെ ബേസ് ചെയ്തിട്ട് അതിനെല്ലാം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആക്കി വെക്കാം. അത് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല ചെയ്യുന്നത്, അത് കണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് അത് ആക്ച്വലി ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിലും ചെയ്യുന്നത്. നമ്മളൊരു ഡേറ്റ കൊടുക്കും, ആ ഡേറ്റയിൽ ലേബൽ ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ സൂപ്പർവൈസർ പറഞ്ഞ പോലെ അവിടെ ലേബൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ലേബൽ ഉണ്ടാവില്ല. നമ്മൾ കുറേ ഡേറ്റ കൊടുക്കുന്നു, ആ ഡേറ്റയുടെ സിമിലാരിറ്റീസ്, ഓരോ ഡേറ്റ പോയിൻറ്റ്സും തമ്മിലുള്ള സിമിലാരിറ്റീസിനെ ബേസ് ചെയ്തിട്ട് ഈ അൽഗോരിതം എന്ത് ചെയ്യണം, അതിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആക്കി മാറ്റണം. ഓക്കെ, സോ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതത്തിൽ ഈ ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഡേറ്റ യൂസ് ചെയ്തൊരു മോഡൽ ബിൽഡ് ചെയ്യുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ക്ലസ്റ്ററിങ് ചെയ്യുക എന്നുള്ളതാണ്. കൊടുക്കുന്ന ഡേറ്റേൻ്റെ ഫീച്ചേഴ്സിൻ്റെ സിമിലാരിറ്റീസിനെ ബേസ് ചെയ്തിട്ട് അത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ആക്കി വിടുക എന്നുള്ളത് മാത്രം. സോ അതൊരു കാറ്റഗറിയാണ് ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതത്തിൽ ഒരു ടൈപ്പാണ് ക്ലസ്റ്ററിങ് ദ ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോർട്ട് ചെയ്യുക, ക്ലസ്റ്ററിങ് ലൈക്ക് സോർട്ടിങ് ദ ടോയ്സ്. ഓക്കെ, സോ നമ്മൾ കാർസും ഡോൾസും ഒക്കെ കൊടുക്കുന്ന സമയത്ത് കാറുകൾ വേറെ ഡോളുകൾ വേറെ അങ്ങനെ മാറ്റി ഗ്രൂപ്പ് ചെയ്ത് വെക്കുക. നമ്മൾ എന്തുകൊണ്ടത് അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നത്, കാറുകളിലൊക്കെ കാണുമ്പോൾ ഒരേപോലെ ഉണ്ട്, ഡോൾസൊക്കെ കാണുമ്പോൾ വേറൊരു രീതിയിൽ, അങ്ങനെ ഒരേപോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഫീച്ചേഴ്സ് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് മാറ്റിയിടുന്നു. ഓക്കെ, അതിൻ്റെ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺസ് ഐഡൻറ്റിഫൈ വെച്ചാൽ അതിൻ്റെ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ ഫിഷസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, അതുപോലെ മാമൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് അനിമൽസോ അല്ലെങ്കിൽ കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് അതിനെ മാറ്റണം. ഫിഷ് ലീവ്സ് ഇൻ വാട്ടർ, ലൈക്ക് അതുപോലെ തന്നെ അതിന് ഫിൻസ് ഉണ്ട്, ബ്രീത്ത് വിത്ത് ഗിൽസ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ്, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഒരു ഫിഷിൻ്റെ ഡേറ്റ ആണെങ്കിൽ ആ ഫിഷ് ഡേറ്റയിൽ നമ്മൾ പറയുന്നുണ്ട് അത് വാട്ടറിലാണ് ജീവിക്കുന്നത്, അതുപോലെ തന്നെ ഫിൻസ് ഉണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഫിഷാണ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് മാറ്റും. അത് ഫിഷാണ് എന്ന് പറയത്തില്ല, ഒരു ഗ്രൂപ്പാക്കി മാറ്റും. അത് എന്താണെന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. മീൻസ് ഇപ്പോൾ ബോൾസ് ഡിഫറെൻ്റ് ആയിട്ട് വെക്കുന്നുണ്ട്, നമ്മൾ ബ്ലൂ കളർ ബോൾ വേറെ, ഗ്രീൻ വേറെ, യെല്ലോ വേറെ മാറ്റി വെക്കുമ്പോൾ സിസ്റ്റത്തിൽ നമ്മൾ ഇതേ ബോൾസിൻ്റെ ഫീച്ചേഴ്സ് കൊടുക്കുമ്പോൾ സിസ്റ്റം കാണുന്നതെല്ലാം ഒരേപോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കും. അല്ലാതെ അത് ബ്ലൂ ആണ് അത് യെല്ലോ ആണ് എന്ന് പറഞ്ഞു തരത്തില്ല. ഓക്കെ, സോ ആ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്ത് ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറ്റി വെക്കും, അല്ലാതെ അത് എന്താണ് എന്ന് പറയത്തില്ല. ഓക്കെ, അതുപോലെ ബേർഡ്സിൻ്റെ കാര്യത്തിൽ, മാമൽസിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ ഡോഗ്സ്, ക്യാറ്റ്സ്, ബേർഡ്സ് എന്ന് പറഞ്ഞ് ഡിഫറെൻറ്റ് ആനിമൽസിനെ കൊടുക്കുകയാണെങ്കിൽ അത് ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സായിട്ട് ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ സെറ്റ് ഓഫ് ഇമേജസ് കണ്ടെയ്നിങ് ഡോഗ്സ്, ക്യാറ്റ്സ് ആൻഡ് ബേർഡ്സ് ഉണ്ട്. അപ്പോൾ ക്ലസ്റ്ററിങ് അൽഗോരിതം എന്താ ചെയ്യുക, ഈ ഇമേജസ് യൂസ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ സിമിലാരിറ്റീസ്, ഫീച്ചേഴ്സ് സച്ചസ് അതിൻ്റെ ഫർ കളർ, ബോഡി ടൈപ്പ്, അതിനെയൊക്കെ ബേസ് ചെയ്ത ശേഷം ക്യാറ്റ്സിനെ വേറെ, ഡോഗ്സിനെ വേറെ, ബേർഡ്സിനെ വേറെ ഗ്രൂപ്പ് ചെയ്ത് വെക്കും. ഓക്കെ, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആക്കി മാറ്റി വെക്കും. അത് ക്യാറ്റ്സ് ആണോ ഡോഗ്സ് ആണോ ബേർഡ്സ് ആണോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഗ്രൂപ്പിൽ നിന്ന് നോക്കിയിട്ട് ഓക്കെ ഇത് ബേർഡ്സിനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചേക്കുക, ഇത് ക്യാറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചേക്കുക എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാനാണ് ചെയ്യുക. ഓക്കെ, ഇനി അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതംസ് മോഡൽ ബിൽഡ് ചെയ്യാൻ മാത്രമല്ല യൂസ് ചെയ്യാറ്. ഓക്കെ, ഇപ്പോൾ സൂപ്പർവൈസർ നമ്മൾ കണ്ടപ്പം അവിടെ റിഗ്രഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആയിക്കോട്ടെ അതെല്ലാം മോഡൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഡേറ്റ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ അൺസൂപ്പർവൈസിൽ അതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് അല്ല അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് വേറെയും കുറച്ച്
ആപ്ലിക്കേഷൻസ് അതിനകത്തുണ്ട്. അതിൽ വേറെ ഒരെണ്ണമാണ് അനോമലി ഡിറ്റക്ഷൻ. അനോമലി ഡിറ്റക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയിൽ അൺയൂഷ്വൽ അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ട് കിടക്കുന്ന ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഔട്ട്ലൈസിനെ ഡിറ്റക്റ്റ് ചെയ്ത് തരിക. അത് ആ ഔട്ട്ലൈസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയ അൽഗോറിതംസ് അൺസൂപ്പർവൈസ്ഡ് ലേണിങ്സിൽ ഉണ്ട്. ഓക്കെ, ശരി. ഇപ്പം ഔട്ട്ലൈസ് കാണുക, അതുപോലെ തന്നെ അൺയൂഷ്വൽ ഇവൻറ്റ്സിനെ ഡിറ്റക്റ്റ് ചെയ്യുക, ഫ്രോഡ്സിനെ ഡിറ്റക്റ്റ് ചെയ്യുക. ഇപ്പം ഒരാൾ നോർമലി ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോമൺ മാനാണ്, വലിയ എമൗണ്ട്സ് ഒന്നും ട്രാൻസാക്ഷൻ നടത്താറില്ല. ഓക്കെ, പക്ഷേ ഒരു 1 വീക്ക് ഡ്യൂറേഷനിൽ 2-3 ടൈംസ് ആയിട്ട് പെട്ടെന്ന് തന്നെ വലിയ എമൗണ്ട്സ് ഹ്യൂജ് ട്രാൻസാക്ഷൻ നടത്തുമെന്ന് വെച്ചാൽ അവിടെ അൺയൂഷ്വൽ ആയിട്ട് എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഫ്രോഡ് ഡിറ്റക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെയുള്ള അൽഗോറിതംസ് യൂസ് ചെയ്യണമെങ്കിൽ, അനോമലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിളാണ് ഡിറ്റക്റ്റിംഗ് ദ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്. Okay, unusual spending. If someone buys a $5,000 TV with a card, they usually only use for groceries. അതായത് ഒരാൾ യൂഷ്വലി ഗ്രോസറിക്ക് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാർഡ്, പക്ഷെ പെട്ടെന്നൊരു ദിവസം $5,000 TV എടുക്കാൻ പോയി. സോ അതൊരു അൺയൂഷ്വൽ ഇവൻ്റ് ആയിട്ട് അതിനെ കാണുന്നു. ഓക്കെ, അതുപോലെ മൾട്ടിപ്പിൾ പർച്ചേസസ്, അതായത് പെട്ടെന്നൊരു ദിവസം തന്നെ ഒരുപാട് കാര്യങ്ങൾ മേടിക്കുക. സോ അങ്ങനെയുള്ള സിനാരിയോസ് ചില സമയത്ത് മാത്രമേ വരത്തുള്ളൂ. അതൊരു അൺയൂഷ്വൽ ഇവൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ഇൻ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വെച്ചാൽ ഡയമെൻഷ്യാലിറ്റി റിഡക്ഷൻ, ഇല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടിരിക്കുന്ന ഡേറ്റിനെ സിംപ്ലിഫൈ ചെയ്യുക. അതാണ് ഈ ഡയമെൻഷ്യാലിറ്റി റിഡക്ഷൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റിനെ കംപ്രസ് ചെയ്യുമല്ലോ. നമുക്ക് വലിയൊരു ഫോൾഡർ ഉണ്ട്, ആ ഫോൾഡറിനകത്ത് ഒത്തിരി ഡേറ്റ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫോൾഡറിനെ കംപ്രസ് ചെയ്ത് കുറയ്ക്കുമല്ലോ. സോ കംപ്രസ് ചെയ്ത് വെച്ചാൽ നമ്മൾ കൊടുത്ത ആ ഡേറ്റയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഡേറ്റ ലോസ് ആവുകയൊന്നും ചെയ്യില്ല. അതേപോലെയുള്ളൊരു പ്രോസസ്സാണ് ഈ ഡയമെൻഷ്യാലിറ്റി റിഡക്ഷനും ചെയ്യുന്നത്. ഓക്കെ, കോംപ്ലക്സ് ഡേറ്റ എന്ന് വെച്ചാൽ ഒത്തിരി ടോയ്സ്, ജംബിൾഡ് അപ്പ് ടോയ്സ് കിടക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പെട്ടെന്നൊന്നും വേർതിരിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളതിനെ കംപ്രസ് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ സിംപ്ലിഫൈ ചെയ്യണം. ഡേറ്റ നമുക്ക് ഇപ്പോൾ വലിയൊരു ഡേറ്റ സെറ്റ് കൊടുക്കുക, ആ ഡേറ്റ സെറ്റിനകത്ത് കോളംസ് തന്നെ ഒരു 5000-ന് മേലെ കോളംസ് കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിലോട്ട് അസറ്റൈസ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് റൺ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. സോ അങ്ങനെയുള്ള സിനാരിയോസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയമെൻഷ്യാലിറ്റി റിഡക്ഷൻ അൽഗോരിതംസ് യൂസ് ചെയ്ത് അതിനെ കംപ്രസ് ചെയ്ത് കൊണ്ടുവരാം. നമ്മുടെ ഡേറ്റ ലോസ് ആവുന്നുമില്ല, പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നന്നായി നടക്കുകയും ചെയ്യും. ഓക്കെ, കംപ്രസിങ് ഇമേജസ് ടു സേവ് സ്പേസസ്. ഓക്കെ, അതായത് ലാർജ് ഫയൽ സൈസ് ഉണ്ടായതിനെ ചെറുതാക്കുന്നു, അതാണ് നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ നടക്കുന്നത്. അതേപോലെ ഡേറ്റ സെറ്റ് കൊടുത്താലും ആ ഡേറ്റ സൈസിനെ കുറച്ച് ചെറിയൊരു ഡേറ്റ ആക്കി തരും. ആ ഡേറ്റയിൽ പക്ഷേ വേണ്ട പോലുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് കാണും. ഓക്കെ, ആപ്ലിക്കേഷൻസ് ഓഫ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്: music recommendations, medical diagnostics, image recognitions, and robot navigations.